ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ശ്വാസപ്രമാണം ചൊല്ലിയ ശേഷം വചനപീഠത്തിൽ നിന്ന് ബലിപീഠത്തിലേക്ക് പുരോഹിതൻ കയറി പോകുമ്പോൾ ശുശ്രൂഷയെ ആശീർവദിക്കുന്ന സന്ദർഭത്തിൽ ശുശ്രൂഷ ചെല്ലുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. പത്രിയാർക്കീസ്മാരും മേജറാർച്ചുമാരും മെത്രാപ്പൊലീത്തമാരും ആയ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും എല്ലാ കുർബാനയിലും നമ്മൾ കേൾക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഇന്നിപ്പോൾ നമ്മളൊരാളെ പ്രത്യേകമായി ഓർത്ത് ബലിയർപ്പിക്കണമെങ്കിലും ഒരുപക്ഷെ ഇവിടെ സമർപ്പിക്കപ്പെടാത്ത നിയോഗങ്ങൾ ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുള്ളപ്പോൾ എല്ലാ കുർബാനയും മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മ പ്രവൃത്തികൊണ്ടുള്ള കുർബാനയാണ്. ഇന്ന് പ്രത്യേകമായി പറങ്കിമാലിൽ ദേവശ്രീ ചേട്ടനെ ഓർമ്മിക്കുന്നു. ഒപ്പം ലോകം മുഴുവനും സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഓർമ്മ ആചരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ കോതമംഗലം എത്തിയിട്ടില്ല. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട വിചാരിച്ച് സൂചിപ്പിച്ചതുപോലെ ദേവസ്വചേട്ടൻ്റെ മക്കളിൽ 4 പേര് പുരോഹിതന്മാരാണ്. അതിലൊരാൾ എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ 7 വർഷക്കാലം വടബാദൂർ സെമിനാരിയിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ പ്രിയപ്പെട്ട സഹോദരി മേരി ചേച്ചി മരിച്ചപ്പോൾ അന്ന് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു. അപ്പോൾ അവരുടെ ചേച്ചിയെ പറ്റിയുള്ള അവരുടെ സാക്ഷ്യം എന്നെ വളരെയേറെ സ്വാധീനിക്കുകയുണ്ടായി. പ്രത്യേക സാഹചര്യത്തിൽ മരണമടഞ്ഞെങ്കിലും ആ മരണത്തെ ഒരു രക്തസാക്ഷിത്വം പോലെ കാണുന്ന കുടുംബാംഗങ്ങളാണ്. മാർത്തോമാ സ്നേഹയുടെ രക്തസാക്ഷിത്വ ദിനമായ ജൂലൈ 3 മരിച്ചയാൾ ജൂലൈ 6 വിശുദ്ധ മരിയ ബലിയുടെ മരണ ദിവസമാണ് അടക്കപ്പെട്ടത്. ഒരു മരണം അതെത്ര വേദനാജനകമാണെങ്കിലും അത് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണാനായിട്ടുള്ള നല്ല മനസ്സ് ഈ കുടുംബത്തിന് ഉള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. അവരുടെ ഓരോ ചെറിയ സംഭാഷണവും ആത്മീയമായ ഉത്തേജനങ്ങൾ നൽകുകയായിരുന്നു. തിരുപ്പട്ടം പുരോഹിതന്മാർക്ക് തിരുപ്പട്ടം നൽകുന്ന സമയത്ത് ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ലത്തീൻ സഭയിൽ ഒരു പാരമ്പര്യമുണ്ട്. വൈദികാർത്ഥിയുടെ കൈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും, അല്ലെങ്കിൽ അവരുടെ നെറ്റിയിൽ തൈലം പൂശും. ഈ പൂശപ്പെട്ട തൈലം ഒരു മനോഹരമായ വൃത്തിയുള്ള വെടിപ്പുള്ള ഒരു വെള്ളത്തുണിയിൽ തുടച്ചെടുക്കും. അതിനുശേഷം അത് നവാഭിഷിക്തൻ തൻ്റെ അമ്മയ്ക്ക് അത് സമ്മാനമായിട്ട് കൊടുക്കും. ആ അമ്മ അതൊരു തിരിശേഷിപ്പ് പോലെ വീട്ടിൽ സൂക്ഷിക്കും. അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ കബറിൽ അമ്മയുടെ കയ്യിൽ അത് പിടിവിച്ചോ മുഖം മൂടിയുമാണ് നടക്കുന്നത്. അതിൻ്റെ അർത്ഥം അമ്മ മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ ദൈവം സ്വർഗകവാടം തുറക്കുന്നതിന് മുമ്പ് അവളോട് പറയും, നിനക്ക് ഞാൻ മനുഷ്യജീവൻ സമ്മാനമായി നൽകി, നീ എനിക്കെന്താണ് തിരികെ തരുന്നത്? അപ്പോൾ അമ്മ പറയും, അങ്ങയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ എൻ്റെ മകനെ ഞാൻ വിട്ടുതന്നു. അവളുടെ സ്വർഗപ്രവേശനം അതുവഴി എളുപ്പമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലയിടങ്ങളിൽ പുരോഹിതന്മാർ പട്ടം സ്വീകരിച്ചിട്ട് ആദ്യം കുമ്പസാരിപ്പിക്കാനായിട്ട് പുരോഹിതൻ ഉപയോഗിക്കുന്ന തിരുവസ്ത്രം ഊറാറാണ്. ആ കുമ്പസാരത്തിന് ശേഷം അപ്പന് സമ്മാനമായി കൊടുക്കും. അപ്പൻ മരിച്ചടക്കപ്പെടുമ്പോൾ ഈ ഊറാറയും ഖബറിലുണ്ടാവും. അപ്പൻ സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗകവാടം തുറക്കുന്നതിനുള്ള പിതാവിൻ്റെ ചോദ്യം
അമ്മയോടുള്ളതുപോലെ തന്നെയാണ്. നിനക്ക് ഞാൻ മനുഷ്യജീവൻ തന്നു, നീ എനിക്കെന്താണ് സമ്മാനമായി തരിക? അങ്ങയുടെ പൗരോഹിത്യത്തിൽ എൻ്റെ മകനെ ഞാൻ പങ്കുചേർത്തു. മനോഹരമായ ഈ ഒരു പരമ്പര പരിശീലിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിലെ മക്കളിൽ നിന്ന് 4 പേരെ പൗരോഹിത്യത്തിലേക്ക് നൽകാൻ കഴിഞ്ഞ ധന്യരായ മാതാപിതാക്കളാണ് ദേവസ്വചേട്ടനും ത്രേസ്യ ചേച്ചിയും. ഈ മക്കൾ പൗരോഹിതന്മാരെല്ലാവരും അറിയപ്പെടുന്ന എഴുത്തുകാരും ബൈബിൾ പ്രഭാഷകരും ഇടവക ശുശ്രൂഷകൾ വ്യാപൃതരായിരിക്കുന്ന അജപാലികരുമാണ്. സഭയ്ക്ക് പ്രിയപ്പെട്ടവരായ നല്ല ആത്മീയ ജീവിതം നയിക്കുന്ന 4 മക്കളെ പൗരോഹിത്യത്തിലേക്ക് നൽകിയതിൻ്റെ പേരിൽ സഭയുടെ നാമത്തിൽ ഈ കുടുംബത്തെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കുടുംബ ജീവനക്കാരായ മറ്റെല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സൂചിപ്പിച്ച പോലെ പ്രിയപ്പെട്ട ജോർജ് അച്ഛനാണ് എൻ്റെ സഹപാഠി. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ജോൺ അച്ഛനും പീറ്റർ അച്ഛനും ആൻ്റണി അച്ഛനും ഈ വൈദിക സഹോദരന്മാരിപ്പോൾ എന്നോടൊപ്പം സഹകാർമ്മികരായിട്ട് വേദിയിലുണ്ട്. ഇവരെ ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ വേർപാടിൻ്റെ സന്ദർഭത്തിൽ നിങ്ങൾ ഇവിടെ എത്തിയത് വലിയൊരു സാക്ഷ്യമായിട്ട് ഞങ്ങൾ കാണുകയുമാണ്. മരണത്തിൻ്റെ വേർപാടിൻ്റെ വേദനയിൽ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ സ്തുതി.